നമ്മൾ ഈ സമയം കടന്നു പോകുന്നത് കുരിശിന്റെ വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ്. കുരിശിന്റെ വഴിയിലൂടെയുള്ള ഒരു യാത്രയിലൂടെ കടന്നു പോകുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. രക്ഷയുടെ ആരംഭം അത് എപ്പോഴാണ്? രക്ഷയുടെ ആരംഭം അതെപ്പോഴാണ് എന്ന് തോന്നുന്നു? എപ്പോഴാണ് രക്ഷയുടെ ആരംഭം നടക്കുന്നത്? കുരിശിലാണ്. ഓക്കെ, കുരിശിലാന്ന് പറയുന്നു. പിന്നെ എപ്പോഴായിരിക്കണം? എന്തോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നു. പിന്നെ ഒരാൾ ആമേൻ പറഞ്ഞായിരുന്നു. ആരായിരുന്നു ആമേൻ പറഞ്ഞതാരാ? ദൈവവചനത്തോട് ആമേൻ പറഞ്ഞതാരാ? പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയം ദൈവവചനത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി, എന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ സമയം യഥാർത്ഥത്തിൽ അവിടെ രക്ഷ ആരംഭിക്കുകയാണ്, അല്ലെ? രക്ഷകനായി ഈശോ വന്ന് പിറക്കുകയാണ്. ആ സമയം മുതൽ യഥാർത്ഥത്തിൽ രക്ഷ ആരംഭിക്കുകയാണ്. ഇനി ആ രക്ഷയ്ക്ക് വേണ്ടി പിറന്ന ഈശോ തിരഞ്ഞെടുത്ത വഴിയാണ് എന്ത്? കുരിശിന്റെ വഴി. ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാനായിട്ട് ഈശോ തിരഞ്ഞെടുത്ത വഴിയാണ് കുരിശ്. അതാണ് കുരിശിന്റെ വഴി. നമ്മളിപ്പോ ധ്യാനിക്കുന്നത് ആ കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ആ കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ഈശോ തിരഞ്ഞെടുത്തത് സഹനത്തിന്റെയും പീഡകളുടെയും അല്ലെ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും ഒക്കെ വഴിയാണ് ഈശോ തിരഞ്ഞെടുത്തത്. ആ കുരിശിന്റെ ആ സഹന ജീവിതം ആരംഭിക്കുന്നത് എവിടെയാണ്? അങ്ങ് ഗെത്സമനിയിൽ. ഗെത്സമനിയിൽ ഈശോ എന്ത് ചെയ്തു? ഈശോ പിതാവുമായിട്ട് ഒരു അഗാധമായ ഒരു എന്താണ് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു കോൺവെർസേഷൻ, ദൈവമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അത് സന്തോഷത്തിന്റെ സംഭാഷണമാണോ? അല്ല, മറിച്ച് താൻ അനുഭവിക്കുവാനായിട്ട് പോകുന്ന കഷ്ടതകളുടെയും വേദനകളുടെയും ഒക്കെ ആ നെടുവീർപ്പുകള് പിതാവായ ദൈവവുമായിട്ട് ഈശോ പങ്കുവെക്കുകയാണ്. എന്നിട്ടാണ് ഈശോ ചോദിക്കുന്നത്, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒന്ന് മാറ്റിത്താ. പക്ഷെ ഈശോയുടെ പ്രാർത്ഥന അവിടെ തീർന്നു. ഈശോയുടെ പ്രാർത്ഥന ആ ഒറ്റ പ്രാർത്ഥനയെ തീർന്നില്ല, മറിച്ച് ഈശോ തുടർന്നു. എന്താണ്? എങ്കിലും എന്റെ ഹിതമല്ല പിതാവേ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. പിതാവേ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ ഹിതത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈശോ തന്റെ രക്ഷയുടെ യാത്ര, സഹന യാത്ര അവിടെ ആരംഭിക്കുകയാണ്. തന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് ചുംബിച്ചുകൊണ്ട് ഉറ്റിക്കൊടുക്കുന്നു, അല്ലെ? ശിഷ്യന്മാർ ചിതറി ഓടുന്നു. അങ്ങനെ ഈശോ ഒറ്റപ്പെട്ടുകൊണ്ട് ആ സഹന ജീവിതത്തിലേക്ക്, സഹനത്തിന്റെ രക്ഷയുടെ ആ യാത്ര ഈശോ അവിടെ ആരംഭിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനത്തില് ഈശോ നമ്മളോട് പറയുന്നുണ്ട്, എന്താണ്? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈശോ ജീവിതകാലത്ത് പഠിപ്പിച്ച കാര്യങ്ങള് ജീവിച്ച് കാണിച്ചിട്ട് പോയ വ്യക്തി. ജീവിതകാലത്ത് ഈശോ പഠിപ്പിച്ച കാര്യങ്ങള് തന്റെ ജീവിത വഴിയായിട്ട് കാണിച്ചിട്ടാണ്, അല്ലെ? നമുക്കൊരു മാതൃക നൽകിയിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയത്. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറയുകയും ചെയ്തു. ഈ ലോകത്തിന് മുഴുവനും വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച് ജീവൻ പോലും കൊടുത്തുകൊണ്ട് ഈശോ കടന്നു പോവുകയാണ് ചെയ്യുന്നത്, അല്ലെ? പാപപരിഹാരത്തിന്റെ ബലി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? പിലാത്തോസിന്റെ ഭവനത്തിൽ എത്തി നിൽക്കുകയാണ്. പിലാത്തോസിന്റെ ഭവനത്തിൽ എത്തി നിൽക്കുന്ന ഈശോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈശോ മേക്കപ്പ് ഒക്കെ ഇട്ടാ നിൽക്കുന്നത്, അല്ലെ? എന്ത് മേക്കപ്പാണ്? തന്റെ രക്തം കൊണ്ടുള്ള മേക്കപ്പ്. ഈശോ നിൽക്കുന്നത്, അല്ലെ, വളരെ മനോഹരമായി, അല്ലെ, എന്താ പറയുന്നത്, സ്വർണ്ണ കിരീടമൊക്കെ വെച്ചുകൊണ്ട് മേക്കപ്പ് ഒക്കെ ഇട്ടാ നിൽക്കുന്നത്. പക്ഷെ സ്വർണ്ണ കിരീടത്തിന് പകരം എന്താണ്? മുൾ കിരീടം, അല്ലെ? മേക്കപ്പായിട്ട് നല്ല ചുമന്ന, അല്ലെ, ഈശോയുടെ തന്നെ രക്തം ഒക്കെ ഇട്ട് നല്ല വസ്ത്രമൊക്കെ ഇട്ടാണ് ഈശോ നിൽക്കുന്നത്. നോക്കി, ആ ഈശോയുടെ രംഗം ഒന്ന് ചിന്തിച്ചു പോയി. പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ, അവിടെ ആ നിൽക്കുമ്പോൾ അതിന് പിന്നില് ഈശോ എന്തൊക്കെ സഹനങ്ങളോടെ കടന്നുപോയി, അല്ലെ? ചാട്ടവാറടി. നമുക്കറിയാം, ഈ
കൃഷി സ്ഥലത്തൊക്കെ പണ്ട് കാള ഇതൊക്കെ കൊണ്ട് ഉഴുതുകൊണ്ടിരുന്നത്, ഇപ്പൊ ട്രാക്ടറൊക്കെയാണ്. ഉഴുതു മറിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലേ. ഉഴുതു മറിക്കുമ്പോ എന്ത് ചെയ്യും, ആ നിലം മുഴുവൻ ഉഴുതങ്ങ് മറിക്കും. ചെന്നാലേ അല്ലേ വിത്തുകൾക്കൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരു ഒരുക്കം നടത്തും. അതുപോലാണ് ഈശോയുടെ ശരീരം. പടയാളികൾ അങ്ങ് കേറി ഉഴുതങ്ങ് മറിച്ചുകൊണ്ട് ആ ശരീരം മുഴുവനെ അങ്ങ് കീറി നശൂലമാക്കിയല്ലേ. എനിക്ക് തോന്നുന്നു പഴയ ഒരു പാട്ടാണ്, കൽത്തൂണിൽ കെട്ടിയ കശ്മലമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ടുണ്ടല്ലേ. എന്റെ തുടക്കം കൊണ്ടാണ്, കന്യാതനൂജന്റെ പൂമേനിയെന്ന് കൽത്തൂണിൽ കെട്ടിയ കശ്മലന്മാർ. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്, ചാട്ടവാലവർ നിർദ്ദയം തല്ലവേ. എന്താണ് ചിന്തിയത്, ചോരയും മാംസവും ചിതറിയല്ലോ, ചോരയും മാംസവും ചിതറിയല്ലോ. നോക്കി, വളരെ മനോഹരമായ അർത്ഥവത്തായ ഒരു പാട്ടാണ്. നമ്മളെ ചിന്തിപ്പിക്കും ഈശോ ഏത് തരത്തിലാണ് സഹനങ്ങളിലൂടെ കടന്നുപോയതെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. അവിടെ തീർന്നില്ല ആ സഹനം അല്ലെ. വീണ്ടും എന്ത് ചെയ്തു, അവന്റെ ശിരസില് മുൾക്കിരീടം അണിയിക്കുകയാണ്. അത് വളരെ സ്നേഹത്തോടു കൂടി ഈശോയ്ക്ക് വേദനിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചോ കേട്ടോ, തൽക്കാലത്തേക്ക് ഒന്ന് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വെക്കുന്നത്, അല്ല അല്ലേ. പക്ഷെ ഒന്ന് ചിന്തിച്ചു, പാചകം ചെയ്യുക, ഒന്ന് കുത്തി ഇറക്കുകയാണ് തലയിലേക്ക് ആ വേദന. പിന്നീട് വീണ്ടും അല്ലെ മനോഹരമായ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഡ്രസ്സൊക്കെ ഇട്ട് പീലാത്തോസിന്റെ മുമ്പില് നിൽക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്തവൻ വലിയ എന്തോ തെറ്റ് ചെയ്ത ഒരു പ്രതിനിധിയായിട്ട് പീലാത്തോസിന്റെയും ആ ജനത്തിന്റെയൊക്കെ മുമ്പില് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ തീർന്നില്ല. വീണ്ടും ക്രിസ്തുവിന്റെ ആ സഹനയാത്ര ആരംഭിക്കുകയാണ്. കുറ്റമല്ലാത്ത അല്ലെ, കുറ്റം ചെയ്യാത്തവൻ കുറ്റക്കാരനെ പോലെ എല്ലാം വിധിക്കപ്പെട്ട് വിധിക്കും തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം കുറ്റം വിധിക്കപ്പെടുന്ന അവസരങ്ങളുണ്ട്. ക്രിസ്തുവിനെ പോലെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തിച്ചു നോക്കി. പിന്നീട് ക്രിസ്തുവിന്റെ യാത്ര എങ്ങനെയാണ്? കുരിശ് വഹിച്ചുകൊണ്ട് ഈശോ യാത്ര ആരംഭിക്കുക. കുരിശ് വഹിച്ചുകൊണ്ട് ഈശോ യാത്ര ആരംഭിക്കുമ്പോൾ നോക്കിയ ഈശോ ഒറ്റയ്ക്കാണ് അല്ലെ. ഈശോ ഒറ്റയ്ക്കാണ് കുരിശ് വഹിച്ചുകൊണ്ട് യാത്രയാകുന്നത്. അതുവരെ അവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒറ്റയ്ക്ക് കുരിശ് വഹിച്ചുകൊണ്ട് ഈശോ ഗാഗുൽത്തായിലേക്ക് യാത്ര നടന്നെടുക്കുന്നത് എന്തിനാണ്? ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി. പാവം ചുമന്നു, ഈ ലോകത്തിന്റെ മുഴുവൻ പാവം ചുമന്നുകൊണ്ട് അവൻ ആ യാത്ര ആരംഭിക്കുകയാണ്. ഈശോ എന്താണ് പറയുന്നത്? എന്നെ അനുഗമിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുരിശുകൾ അല്ലെ, അനുദിനമുള്ള നമ്മുടെ കുരിശുകൾ വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് ക്രിസ്തു പറയുന്നത്. നിങ്ങളുടെ കുരിശു വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് ക്രിസ്തു പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഇപ്പൊ കുരിശുകൾ എന്താണ്? ഒരു പക്ഷേ സങ്കടങ്ങളുടേതാകാം, ക്ലേശങ്ങളുടേതാകാം, ഒറ്റപ്പെടുത്തലുകളുടേതാകാം, മാറ്റി നിർത്തലിന്റെയാകാം. പലതരത്തിലുള്ള വേദനകളും കുരിശുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തു പറയുന്നത് എന്താണ്? നീ എന്നെ അനുഗമിച്ച ധൈര്യമായിട്ട് നിന്റെ ജീവിതത്തിന്റെ കുരിശുകളും ഒക്കെ വഹിച്ചുകൊണ്ട് നീ എന്നെ അനുഗമിക്കുക. കാരണം എന്താണ്? നിന്റെ മുമ്പേ ഞാനുണ്ട്. ഒരു കുരിശു വഹിച്ചുകൊണ്ട്, നിങ്ങളുടെ വേദനകളുടെയും പാപത്തിന്റെയും കുരിശു വഹിച്ചുകൊണ്ട് നിന്റെ മുമ്പേ ഞാനുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ പൊന്നെ അല്ലെ, എന്റെ പുറകെ പോരെ എന്നാണ് ക്രിസ്തു പറയുന്നത്. ആ ഒരു ഉറപ്പാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. ആ ഉറപ്പിന്റെ വില നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും നിരാശകളും ഒക്കെ ആയിക്കോട്ടെ, പീഡകളായിക്കോട്ടെ, അതൊക്കെ ചുമന്നുകൊണ്ട് നമ്മുടെ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കപ്പെടും എന്നത് തീർച്ചയാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈശോ അല്ലെ 3 പ്രാവശ്യം വീഴുന്നതായിട്ട് നമ്മൾ കുരിശിന്റെ മേലുള്ള യാത്രയിൽ നമ്മൾ കാണും അല്ലെ. 3-ാം സ്ഥലത്തും 7-ാം സ്ഥലത്തും 9-ാം സ്ഥലത്തൊക്കെ ഈശോ 3 പ്രാവശ്യം വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഈശോയുടെ വീഴ്ച ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഓരോ വീഴ്ചയും കഴിയുമ്പോഴും അല്ലെ ഈശോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകള് കുറയുവാണോ? അല്ല അല്ലെ. ആ ഓരോ വീഴ്ചയും ഈശോ വീഴുമ്പോൾ അവൻ ആ വീഴ്ചയുടെ ദൈർഘ്യം
അനുഭവിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കും. വേദനകൾ, പീഡകളുടെ ദൈർഘ്യം അല്ലെങ്കിൽ അതിന്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ് അല്ലെ, ഈശോ സാവൂളിനോട് അരുളി ചെയ്യുന്നത് എന്താണ്? സാവൂളിന്റെ വീട്ടിലൊക്കെ ഈശോ എന്താ പറയുന്നത്? നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ, നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് സാവൂലിനോട് അല്ലെങ്കിൽ അല്ലെ സാവൂളിനോട് അരുളി ചെയ്ത ഈശോ. നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ ഈ ഓരോ വീഴ്ചകളെ അല്ലെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞതാണ് അല്ലെ. അവൻ വീഴുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഈശോ വീണെടുത്ത് തന്നെ കിടന്നോ? ഈശോ വീണെടുത്ത് കിടന്നില്ല, മറിച്ച് താൻ വഹിച്ചുകൊണ്ട് പോയ കുരിശിനെ ചുമന്നുകൊണ്ട് അവൻ എഴുന്നേറ്റു. കാരണം എന്താണ്? ക്രിസ്തുവിന്റെ ലക്ഷ്യം എന്താണ്? ഈ ലോകത്തിന്റെ രക്ഷയാണ്. ക്രിസ്തുവിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ വീണെടുത്ത് കിടക്കുവാനായിട്ട് ക്രിസ്തുവിന് സാധിക്കത്തില്ല. അതുകൊണ്ട് അവൻ എഴുന്നേറ്റു. ആ വേദനകളും കുരിശുകളും ചുമന്നുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക്, ആ രക്ഷയിലേക്ക് നടന്നെടുത്തു. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലെ. സാവൂളിനോട് പറയുന്നതും നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നുവെന്നാണ്. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തു. സാവൂൾ എന്താ യഥാർത്ഥത്തിൽ ചെയ്തത്? സഭയെയാ പീഡിപ്പിച്ചത്, ക്രിസ്ത്യാനികളെയാ പീഡിപ്പിച്ചത്. പക്ഷേ ഈശോ വിളിച്ചിട്ട് പറയുക, നീ പീഡിപ്പിക്കുന്ന ക്രിസ്ത്യാനികളെ അല്ല, നീ പീഡിപ്പിക്കുന്ന സഭയല്ല, മറിച്ച് നീ പീഡിപ്പിക്കുന്നത് ആരെയാണ്? എന്നെ തന്നെ. പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ഓർക്കുക, ആ വീഴുന്നത് അല്ലെ ഒരു ക്രിസ്ത്യാനി വീഴുമ്പോഴ് അല്ലെ മറ്റാരെങ്കിലും വീഴുന്നുണ്ട്, അവിടെ വീഴുമ്പോഴ് യഥാർത്ഥത്തില് അല്ലെ നമ്മളെ പീഡിപ്പിക്കുന്നത് ആരെയാണ്? നമ്മളെ കുറ്റപ്പെടുത്തുന്നത് ആരെയാണ്? ഈശോയെ. ആ ഒരു ബോധ്യം നമുക്ക് തരുവാനായിട്ടാണ് ഈശോയെ സാവൂളിനെ പൗലോസാക്കി മാറ്റുന്നത്. ആ മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ പറച്ചിലാണ് എന്ത്? നീ പീഡിപ്പിക്കുന്നത് എന്നെ. വളരെ ഈ വീഴ്ചകളിൽ നിന്നുള്ള ഒരു ഉയർപ്പ് നമുക്ക് ആവശ്യമാണ്. ക്രിസ്തുവിനെ പോലെ ആ കുരിശും പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. ആ സഹനത്തിന്റെ യാത്ര നമ്മൾ പൂർത്തിയാക്കണം. കാരണം എന്താണ്? അതിന്റെ അവസാനം രക്ഷയാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മളും വീഴും. ഈശോ വീണപ്പോൾ അല്ലെ മറ്റുള്ളവർ എന്ത് ചെയ്തു? കൈകൊട്ടി ചിരിച്ചു, ഈശോയെ പരിഹസിച്ചു, കളിയാക്കി, ഒറ്റപ്പെടുത്തി, വേദനകളുടെ ദൈർഘ്യം കൂട്ടി. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം തന്നെ സംഭവിക്കും. നമ്മളും വീഴും. ജീവിതത്തിന്റെ യാത്രയിൽ നമുക്ക് വീഴ്ചകളുണ്ടാകും, തകർച്ചകളുണ്ടാകും. നമ്മളെ നോക്കി പരിഹസിക്കാനും കളിയാക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ധാരാളം ആളുകളുണ്ടാകും. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്കൊന്ന് എഴുന്നേൽക്കുവാനായിട്ട്, ആ കുരിശ് ചുമന്നുകൊണ്ട് ക്രിസ്തു എഴുന്നേറ്റ് തന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുത്തതുപോലെ നമുക്ക് ഓരോരുത്തർക്കും എഴുന്നേൽക്കുവാനായിട്ട്, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട്, ക്രിസ്തുവിനെ കൂട്ടുപിടിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഉണ്ടാകുമെന്ന് ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 35-ാം തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 35-ാം തിരുവചനം. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഇത് ആരോട് പറഞ്ഞത്? ശിമയോൻ ആരോട് പറഞ്ഞതാണ്? പരിശുദ്ധ അമ്മയോട് പറഞ്ഞ കാര്യമാണ്. അന്ന് അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കുരിശിന്റെ വഴിയിലെ യാത്രയില് തന്റെ പുത്രനെ മാതാവ് കണ്ടുമുട്ടുന്ന രംഗം. ഒരു മകനെ അല്ലെങ്കിൽ മകളെ ഒരമ്മ അല്ലെങ്കിൽ പിതാവ് എങ്ങനെ കാണരുത് എന്ന് ആഗ്രഹിക്കുന്നുവോ അതിലും ദാരുണമായ രീതിയിൽ ദൈവപുത്രനെ ഈശോ മിശിഹായെ പരിശുദ്ധ അമ്മ കണ്ടുമുട്ടുന്ന രംഗം അല്ലെ. കുരിശിന്റെ വേണ്ട പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് പറയുന്നത്? അവർ പരസ്പരം കണ്ടുമുട്ടുന്നു. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, അമ്മയും മകനും സംസാരിക്കുന്നത്. നോക്കിയാൽ അവരുടെ വേദനകള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് മുഴുനീള
സംഭാഷണത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഈശോയുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ, മകനും അമ്മയ്ക്കും എന്താണ് അവർ രണ്ടുപേരും കടന്നു പോകുന്ന വേദന ഏത് തരത്തിലുള്ളതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതുപോലെ തന്നെ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഹൃദയങ്ങളും മനസ്സിലാക്കുക. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന മൂവിയില് ഈ ഒരു സ്ഥലത്ത് ഒരു ഡയലോഗ് അതിന്റെ ഡയറക്ടർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: സീ മദർ, ഐ മേക്ക് ഓൾ തിങ്സ് ന്യൂ. അത് വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 5-ാം തിരുവചനം. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 5-ാം തിരുവചനം. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു. ഈ വചനമാണ് അതിന്റെ ഡയറക്ടർ എടുത്ത് അവിടെ വെച്ചിരിക്കുന്നത്. അമ്മയോട് പറയുകയാണ്. അവിടെ ചെറിയൊരു ഡയലോഗ് എടുത്തു. അതിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു കോണ്ടസ്റ്റുമായിട്ട് ബന്ധമില്ല എങ്കിൽ പോലും പറയുകയാണ്, അതെ ഞാൻ എന്താ ചെയ്യുന്നത്? എല്ലാം നവീകരിക്കുക. പഴയതിനെ മാറ്റി ഞാൻ നവീകരണം നടത്തുകയാണ്. നവീകരിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ നവീകരണത്തിന് വേണ്ടി ഈശോ പ്രയത്നിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളാണ് ഇവരെ വേദനിപ്പിച്ചത്. പരിശുദ്ധ അമ്മയുടെ സങ്കടത്തിന് കാരണം, ഈശോയുടെ ഈ പീഡാസഹനങ്ങൾക്കൊക്കെ കാരണം എന്താണ്? നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ. അതിന് നമ്മൾ തീർച്ചയായിട്ടും പരിഹാരം കണ്ടുപിടിക്കണം. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളതെ വേദനിപ്പിക്കുന്നുണ്ട്. ആരെ? എന്റെ ക്രിസ്തുവിനെ മാത്രമാണ്. ആ ക്രിസ്തുവിന്റെ സഹനം കാണുമ്പോൾ മറ്റൊരു വ്യക്തി കൂടി വേദനിക്കുന്നുണ്ട്. അതാരാണ്? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയും നീ അവിടെ വേദനിക്കുന്നുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീടുള്ള കുരിശിന്റെ യാത്രയില് മറ്റൊരു വ്യക്തി രംഗപ്രവേശനം ചെയ്യുകയാണ്. അതാരാണ്? ശിമയോൻ. അതെന്താണ് ചെയ്യുന്നത്? മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം തിരുവചനം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം തിരുവചനം. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ഗ്രേനക്കാരൻ ശിമയോൻ നാട്ടിൻപുറത്ത് നിന്ന് വന്നു അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിന്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. യേശുവിന്റെ കുരിശ് ചുമക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ആര്? ശിമയോൻ. അല്ലെ? യേശുവിന്റെ കുരിശിന്റെ യാത്രയില് ഒരു ചെറു സഹായം ചെയ്യുവാനായിട്ട് ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ശിമയോൻ. എന്തൊരു ഭാഗ്യമാണ് ആലോചിച്ചു, അല്ലെ? രക്ഷയല്ലേ? ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയാ? ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈശോയുടെ ആ കുരിശ് യാത്രയിൽ ഒരു ചെറു കൈ സഹായം ചെയ്യുവാനായിട്ട് ഭാഗ്യം ലഭിച്ച വ്യക്തി. ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. നമ്മളെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വചനത്തിലെ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സഹായം ആവശ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം നമ്മൾ കടന്നു പോകുക. അതിന് സമാനമായിട്ട് ക്രിസ്തു പറഞ്ഞു വെക്കുന്നത് എന്താണ്? അതിന് പകരമായിട്ട് ക്രിസ്തു പറഞ്ഞു വെക്കുന്നത് എന്താണ്? നീ ഈ ചെറിയ സഹോദരന്മാരില് ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നീ ഒരു സഹായം ഈ ചെറിയ സഹോദരന് ചെയ്തു കൊടുത്തപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങള് എനിക്ക് തന്നെയാണ്, ക്രിസ്തുവിന് തന്നെയാണ് ചെയ്തു കൊടുത്തത് എന്ന് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? അന്ത്യവിധിയുടെ ദിനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്താണ്? വിശന്നു കൊടുത്തോ? ദാഹിച്ചു കൊടുത്തോ? രോഗിയായിട്ട് കണ്ടോ? അല്ലെ? നഗ്നനായിട്ട് ഉടുപ്പിച്ചോ? ഇതൊക്കെ ആരാണ്? ക്രിസ്തുവിനാണ് ചെയ്തു കൊടുത്തത്. ഒരു സഹോദരൻ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങള് എനിക്കാ ചെയ്യുന്നത്. ഈ ചെറിയ സഹോദരന് നിങ്ങൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാ ചെയ്യുന്നത് പറയുന്നത് എന്താണ്? നമ്മളിൽ ഓരോരുത്തരിലും ആര് വസിക്കുന്നു? ഈശോയുടെ നിറസാന്നിധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് ക്രിസ്തു പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരില് ഈശോയെ കാണുവാനായിട്ട്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയെ തന്നെയാണ് സഹായിക്കുന്നത്. ഈശോയെ തന്നെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. നമ്മൾ ആരുടെയെങ്കിലും ദുഃഖം മാറ്റുന്നുണ്ടെങ്കിൽ ഈശോയുടെ ദുഃഖം നമ്മൾ മാറ്റും, അല്ലെ? വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്തൊരു പുഞ്ചിരി
അല്ലെ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയല്ല പുഞ്ചിരിക്കുന്നത്, ഈശോ പുഞ്ചിരിക്കും. കണ്ണുനീരോട് വരുന്നവന്റെ കണ്ണുനീരൊന്ന് തുടച്ചു കൊടുത്തുകൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട്, അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവളെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചേർത്ത് പിടിക്കുന്നത് ആരെയാ? ഈശോയെ. എന്റെ ഈശോയെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ബോധ്യത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വചനത്തെ പറഞ്ഞതുപോലെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നൊരു ബോധ്യത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വളരും. ആ ബോധ്യത്തിന്റെ തലത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും വളർന്നു വരും എന്നത് വളരെ ശക്തമായ ഒരു കാര്യമാണ്. വീണ്ടും മറ്റൊരു വ്യക്തി രംഗപ്രവേശനം ചെയ്യുകയാണ്, അല്ലെ? കുരിശിന്റെ യാത്രയില് മറ്റൊരു വ്യക്തി കൂടി രംഗപ്രവേശനം ചെയ്യുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 7-ാം തിരുവചനം എടുക്കാവോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 7-ാം തിരുവചനം. സങ്കീർത്തന പുസ്തകം 11-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവ് നീതിമാനാണ്, നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ മുഖം ദർശിക്കും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും. എന്താണ് വെറോനിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുഖം കാണുവാനായിട്ട് സാധിച്ചു. വെറോനിക്കയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പരമാർത്ഥ ഹൃദയം കാരണം അവൾക്ക് ക്രിസ്തുവിനെ കാണണം. ആ ആഗ്രഹം തൊലിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അവൾക്ക് ചുറ്റുമുണ്ടായിരുന്ന പരിഹാസത്തിന്റെ കണ്ണുകളെയോ പുച്ഛത്തിന്റെ മുഖത്തെയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളെയോ മാറ്റി നിർത്തലുകളെയോ ഒന്നും അവൾക്കതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം എന്താണ്? അവളുടെ ചിന്ത മുഴുവൻ എന്തായിരുന്നു? എന്റെ ക്രിസ്തുവിനെ എനിക്ക് കാണണം, എന്റെ ഈശോയുടെ അടുത്ത് എനിക്ക് ചെല്ലണം. ഇനി അവൾ ചെയ്തൊരു ആക്ഷൻ എന്താണ്? തന്റെ ദുർവാല എടുത്ത് ഈശോനെ എനിക്ക് ഇങ്ങനെയല്ല കാണേണ്ടത്, എന്റെ ക്രിസ്തുവിന്റെ മുഖം എനിക്ക് ഇങ്ങനെയല്ല കാണേണ്ടത്, മറിച്ച് തെളിച്ചമാണ്, അവന്റെ രക്തം അവന്റെ മുഖത്തുണ്ടാകാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി തന്റെ ദുർവാല എടുത്തുകൊണ്ട് ക്രിസ്തുവിന്റെ മുഖം തുടയ്ക്കുവാനായിട്ട് കടന്നു ചെല്ലുന്ന നോക്കി. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അവൾക്ക് ചുറ്റുമുണ്ടാകുന്ന പരിഹാസങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, മാറ്റി നിർത്തലുകൾ എല്ലാം അവൾക്ക് പ്രശ്നമല്ല. കാരണം എന്താണ്? അവളുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്റെ ക്രിസ്തുവിന്റെ മുഖം എനിക്ക് കാണണം, എന്റെ ക്രിസ്തുവിന്റെ മുഖം എനിക്ക് കാണണം എന്ന ലക്ഷ്യത്തോടു കൂടി അവൾ നടന്നെടുക്കുമ്പോൾ നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ലാതായിട്ട് തീരും. അതാണ് നമുക്ക് വേണ്ടത്. എന്റെ ക്രിസ്തുവിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്രയില് നമുക്ക് ഒന്നും തടസ്സമാകാൻ പാടില്ല. അതൊരു പക്ഷേ വേദനകളാകാം, എന്റെ മറ്റ് അസ്വസ്ഥതകളാകാം, സാമ്പത്തികമായ പ്രശ്നങ്ങളാകാം, കുടുംബത്തിന്റെ പ്രശ്നങ്ങളാകാം, എന്തുമായിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഒന്നുമല്ലാണ്ടായിട്ട് തീരണം. ആരുടെ മുമ്പില്? എന്റെ ഈശോ, എന്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് ഇതൊന്നും തടസ്സമാകാൻ പാടില്ല. ഇതൊന്നും എനിക്ക് തടസ്സമാകാൻ പാടില്ല എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടാകും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഓരോരേക്ക് പോലെ അല്ലെ പരമാർത്ഥ ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം, സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുമെന്നത് വളരെ നിശ്ചയമായ കാര്യമാണ്. ആത്മാർത്ഥതയോടുകൂടി സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വെറോനിക്കയെ പോലെ ആകുവാനായിട്ട് സാധിക്കും. ആത്മാർത്ഥതയോടുകൂടി ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒന്നും അതിന് തടസ്സമാകാൻ പാടില്ല, ഒന്നും അതിന് തടസ്സമായി തീരുവാനായിട്ട് പാടില്ല എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ നമുക്കായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുവാനായിട്ട് ഒന്നിനും സാധിക്കരുത്. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുവാനായിട്ട് ഒന്നിനും സാധിക്കരുത്. ആത്മാർത്ഥതയോടുകൂടിയുള്ള സ്നേഹം നമുക്ക് കർത്താവിന് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ആത്മാർത്ഥതയോടുകൂടിയുള്ള സ്നേഹം കർത്താവിന് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ കുരിശിന്റെ യാത്രയിലുള്ള ആ ഒരു മനോഭാവം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മള് ഒരു യാത്ര നടന്നു പോകുമ്പോൾ ഈശോയെ ആശ്വസിപ്പിക്കുന്നത് എന്താണ്? ഓസ്ത്രിയ നഗരിയിലെ സ്ത്രീകൾ അവര് നോക്കുമ്പോൾ പതിവില്ലാത്ത ഒരു ബഹളം, അല്ലെ? പതിവില്ലാത്ത ഒരു ബഹളവും അലർച്ചയും എന്തോ ഒരു അസ്വസ്ഥത. അവർ ഇറങ്ങി നോക്കുമ്പോൾ എന്താണ്? അവർക്ക് സുപരിചിതനായ ഒരു മുഖമുള്ള ഒരു വ്യക്തി. അത് ആഘോഷത്തിന്റെ ബഹളമല്ലായിരുന്നു, അല്ലെ? സന്തോഷത്തിന്റെ പ്രതിനിധി അല്ലായിരുന്നു, മറിച്ച് ദുഃഖമായിരുന്നു.
പോകാനായിട്ട് സാധിച്ചു. പക്ഷെ ചുറ്റുമുള്ളവർക്കോ സന്തോഷമാണ്, അല്ലെ? നടുക്ക് ദുഃഖത്തോടു കൂടി കുരിശ് വഹിച്ചുകൊണ്ട് അവർക്ക് സുപരിചിതനായ ഈശോ എങ്ങോട്ടാ പോകുന്നത്? കൊലക്കളത്തിലേക്ക്, അല്ലെ? ജീവൻ ത്യജിക്കുവാനായിട്ട് പോകുമ്പോൾ ചുറ്റുമുള്ളവർക്ക് സന്തോഷമാണെങ്കിൽ അതെ, ഈശോയെ അങ്ങനെ കാണാത്ത വളരെ സന്തോഷത്തോടു കൂടിയാണ് മുഖമുള്ള ഈശോയുടെ മുഖം അവരെപ്പോൾ കണ്ടു? അന്ന് ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയുണ്ടായിരുന്നു, ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു, ഈശോയുടെ യാത്ര, അല്ലെ? ഒരു രാജകീയ പ്രവേശനം. ആൾക്കാര് വസ്ത്രം ഇടുന്നു, അല്ലെ? മരച്ചില്ലുകൾ ഇടുന്നു. വളരെ ആഘോഷത്തോടു കൂടിയുള്ള ഒരു യാത്ര കണ്ട ജനം കാണുന്നത് എന്താണ്? കുരിശ് വഹിച്ചുകൊണ്ടാ പോകുന്നത്, ത്യാഗം എടുത്തുകൊണ്ടാ പോകുന്നത്, ചോര വാർന്നുകൊണ്ടാണ് ക്രിസ്തുവിന്റെ യാത്ര അവര് കാണുന്നത്. അവരുടെ നെഞ്ചു വിടഞ്ഞു, അവരെ ആശ്വസിപ്പിക്കുവാൻ ഓടിയെത്തി. കൈക്കുഞ്ഞുള്ളവര് അതൊന്നും കഴിച്ചില്ല, കുഞ്ഞുമായിട്ട് ഓടി. ആ എടുക്കുന്ന വേദനകളൊന്നും മറന്നുപോയി. അവര് ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടിയെത്തി, അവരെ ആശ്വസിപ്പിക്കുകയാണ്. അവരുടെ സാന്നിധ്യം ആർക്ക് ആശ്വാസമായി? ക്രിസ്തുവിന് ആശ്വാസമായി. അവിടെ ക്രിസ്തുവിന്റെ മനോഭാവം നമ്മൾ സ്വന്തമാക്കണം. എന്താണെന്നറിയാമോ? ആ വേദനയും അല്ലെ ആ കുരിശുമൊക്കെ വഹിച്ചുകൊണ്ടുള്ള ക്രിസ്തുവിന്റെ യാത്രയില് ക്രിസ്തു ഒരു നിമിഷത്തേക്ക് തന്റെ വേദനകൾ മറന്നു. ഒരു നിമിഷത്തേക്ക് ക്രിസ്തു തന്റെ വേദന മറന്നു, താൻ ചുമന്നു കൊണ്ടുവന്ന കുരിശിന്റെ ഭാരം മറന്നു. എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുക. അവർക്ക് ആശ്വാസമേകുന്ന ക്രിസ്തു. താൻ കടന്നു പോകുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെയാണെങ്കിൽ പോലും അവർക്ക് ആശ്വാസമായിട്ട് ഒരു നിമിഷമെങ്കിലും ക്രിസ്തു മാറുകയാണ്. അവർക്ക് ആശ്വാസമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഇപ്രകാരം വളരെയേറെ പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, സഹനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും നമ്മുടെ പക്കലേക്ക് ഒരു ആശ്വാസമായിട്ട്, ഒരു ആശ്വാസം തേടി ഒരു വ്യക്തി കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സഹനങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് അവരുടെ സഹനങ്ങളെ കൂട്ടുകയല്ല വേണ്ടത്, മറിച്ച് അവിടെ ഒരു നിമിഷം നമ്മൾ എന്ത് മറക്കണം? നമ്മുടെ സഹനങ്ങൾ നമ്മൾ ഒരു നിമിഷം മറക്കണം. നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ ഒരു നിമിഷം മറന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതിൽ തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവിന്റെ ആ ഒരു മനോഭാവം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ ആ മനോഭാവം നമുക്ക് ആത്മാർത്ഥമായി സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് കുരിശിന്റെ വഴിയിലൂടെ ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു മനോഭാവം. ക്രിസ്തുവിന്റെ ആ മനോഭാവം സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ യാത്ര മുമ്പോട്ട് പോവുകയാണ്. ആ കുരിശിന്റെ യാത്ര മുമ്പോട്ട് പോവുകയാണ്. അതിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? അങ്ങ് ഗാഗുൽഥാ മലയിൽ. ആ ഗാഗുൽഥാ മലയിൽ കുരിശ് വഹിച്ചുകൊണ്ടുള്ള ക്രിസ്തുവിന്റെ യാത്ര എത്തി നിൽക്കുന്നത് ആ ഗാഗുൽഥാ മലയിൽ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 18-ാം തിരുവചനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 18-ാം തിരുവചനം. അവർ എന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു, എന്റെ അങ്കിക്കായി അവർ നറുക്കെടുത്തു. ഒരു സിമ്പിൾ ആയിട്ടൊരു വചനം അല്ലെ? എന്താണ്? അവരുടെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു, എന്റെ അങ്കിക്കായിട്ട് അവർ നറുക്കെടുത്തു. നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു വചനമാണ്. ഇനി അതിന്റെ പിന്നിലൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെയൊക്കെ കൈയൊക്കെ മുറിയത്തില്ലേ അല്ലെ? എന്തെങ്കിലും രീതിയിൽ നമ്മുടെ കൈയോ കാലൊക്കെ മുറിയും. അപ്പൊ നമ്മളെന്ത് ചെയ്യും? തൊലി ഏകദേശം ഉണങ്ങി വരുമ്പോ നമ്മുടെ ഒരു പ്രത്യേകത എന്താണ്? പതുക്കെ അതേ പോയി ഒന്ന് കിള്ളും അല്ലെ? ഒന്ന് കിള്ളും. എന്നിട്ട് അതെങ്ങനെങ്കിലും ഒന്ന് പറിച്ച് കളയുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. അപ്പൊ നമുക്കുണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ അല്ലെ? ചിലരുടെയൊക്കെ മുഖത്ത് ഇപ്പൊ തന്നെ ആ വേദനയുടെ എക്സ്പ്രഷൻസ് വന്നു കയറി അല്ലെ? നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പൊളിച്ചു മാറ്റുമ്പോൾ ഒരു ചെറിയ നല്ല സുഖമാണല്ലോ അല്ലെ? ആ ഒരു വേദനയുണ്ടല്ലോ. ഇനി ക്രിസ്തുവിന്റെ അതിലേക്ക് വന്നേ അല്ലെ? പീലാത്തോസിന്റെ ഭവനത്തില് ഇട്ട ഉടുപ്പ, അത് ചുമ്മാ ഒരു ദേഹത്തേക്കാണ് ഇട്ടത് അല്ല അല്ലെ? നേരത്തെ പറഞ്ഞാൽ ഉഴുതു മറിച്ച ഒരു ദേഹത്തേക്ക്, രക്തവും മാംസവും ഒക്കെ ചിതറിക്കിടക്കുന്ന ഒരു ദേഹത്തേക്ക് ഇട്ട ഒരു ഉടുപ്പാണ്, വിലങ്ങിയാണ്. അത് പടയാളികളെ ഗൗതമലെത്തേക്ക് പടയാളികൾ അറിയും. ഈശോയ്ക്ക് വേദനിക്കുന്ന പതുക്കെ സൂക്ഷിച്ച് ഉരിയ എന്നുള്ള ചിന്തയിലായിരിക്കും ഒരു ഉരിഞ്ഞത്. അല്ല, ഒരു ഒറ്റ ഉരിയായിരിക്കും അല്ലെ? ഒരു ഒറ്റ ഉരിയായിരിക്കും. അങ്ങനെ ഉരിയുമ്പോൾ ചിന്തിച്ചു നോക്കിയേ, ആ ഉടുപ്പിൽ എന്തൊക്കെ കാണും? രക്തവും കാണും, ഈശോയുടെ ശരീരത്തിന്റെ മാംസവും ഒക്കെ അതിനകത്ത് കാണും. ആ ഒറ്റ ഉരിയില് ആ ഒരു വേദന ചിന്തിച്ചു നോക്കിയേ. ഏകദേശം ഒന്ന് ഉണങ്ങി വന്ന രക്തമൊക്കെ പതുക്കെ നിന്ന സ്ഥലത്തേക്ക് വീണ്ടും മുറിവ്, വീണ്ടും വേദന
ഉടുപ്പ് വലിച്ച് ഊരിയെടുക്കുമ്പോൾ ക്രിസ്തു അനുഭവിക്കുന്ന വേദന നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്ന അപ്പുറത്തേക്കാണ് ക്രിസ്തുവിന്റെ സഹനം കടന്നു പോകുന്നത്. ക്രിസ്തുവിന്റെ സഹനം കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സഹനമൊക്കെ ക്രിസ്തു ഏറ്റെടുക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പാപം നിറഞ്ഞ നമ്മുടെ ആ മനുഷ്യനെ ഒന്ന് ഉരുതി മാറ്റുവാൻ. കൊളോസസ് ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനക്കാവോ? കൊളോസസിന്റെ ലേഖനം, കൊളോസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടി അവന്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യണം. നമ്മൾ ഉരിഞ്ഞു മാറ്റണം. നോക്കിയേ, നമ്മൾ ആ കുരിശിന് വേണ്ടി പ്രാർത്ഥന എന്താ പറയുന്നത്? രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാൻ. ആരെ ധരിക്കുവാൻ? അല്ലെ, ഈശോയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതാണ് പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും ആ വസ്ത്രം ഉരിഞ്ഞു മാറ്റപ്പെട്ടപ്പോൾ ഈശോ അനുഭവിച്ച വേദന, ഇനി നമ്മൾ അനുഭവിക്കേണ്ട വേദന എന്താണ്? നമ്മുടെ ആ പാപത്തിന്റെ വേദന നമ്മൾ അനുഭവിക്കുന്നത്. അത് നമ്മൾ ഉരിഞ്ഞു മാറ്റി. പാപത്തിന്റെ ആ വസ്ത്രം നമ്മൾ ഉരിഞ്ഞു മാറ്റി നമ്മൾ ക്രിസ്തുവിനെ ധരിക്കണം. നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് തീരണം. മറ്റൊരു ക്രിസ്തുവായിട്ട് നമ്മൾ തീരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് തമ്പുരാന്റെ വലിയ അനുഗ്രഹമാണ്. വീണ്ടും അതിലെ ഉടുപ്പൊക്കെ വളരെ മനോഹരമായിട്ട് ഉരിഞ്ഞ് ക്രിസ്തു അവിടെ നിൽക്കുകയാണ്. വീണ്ടും ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ആ സിനിമയില് മറ്റൊരു രംഗം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇങ്ങനെ വസ്ത്രമൊക്കെ ഉരിഞ്ഞ് നിലത്ത് കിടക്കുന്ന ക്രിസ്തു അപ്പുറത്ത് മാറി കുരിശും കിടപ്പുണ്ട്. അപ്പുറത്ത് മാറി കുരിശും കിടപ്പുണ്ട്. ഈശോ ഇവിടെ കിടപ്പുണ്ട്. അതിനകത്ത് രംഗം എന്ന് പറയുന്നത് ഈശോ ഇഴഞ്ഞ് ആ കുരിശിലേക്ക് കയറുന്ന രംഗമാണ്. കുരിശിനെ ആര് സ്നേഹിച്ചു? ക്രിസ്തു സ്നേഹിച്ചു. മറ്റുള്ളവർക്ക് കുരിശ് എന്തായിരുന്നു? അവർക്ക് പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും ഒക്കെ അടയാളമായിരുന്നു. പക്ഷെ ക്രിസ്തു കുരിശിനെ സ്നേഹിച്ചുകൊണ്ട് ആ കുരിശിനെ പുലുകുന്ന രംഗം, ആ കുരിശിനെ പുലുകുക മാത്രമല്ല ചെയ്തത്. എന്ത് ചെയ്തു? തന്റെ ശരീരവും തന്റെ കൈകാലുകളിലേക്ക് ആനയുടെ ആ വലിയ മുനകൾ കുത്തി അവര് അടിച്ചിറക്കുമ്പോഴുള്ള വേദന അതറിയണമെങ്കിൽ നമ്മൾ ചുമ്മാ ഈ കൈയുടെ വെള്ളയിൽ ചുമ്മാ ഒന്ന് ഞെക്കി വയ്ക്കും. ഇങ്ങനെ പിടിച്ചു ഞെക്കിയേ അറിയാം എന്ത് വേദനയുണ്ട്. ഇങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല വേദനയില്ലേ? ഇങ്ങനെ ചുമ്മാ പിടിച്ച് നമ്മൾ ഇങ്ങനെ ഞെക്കുമ്പോ തന്നെ ഈ ഉള്ളം കയ്യില് വേദന കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ തന്റെ ശരീരം കൈ കാലുകളിലേക്ക് ആണികള് തഴഞ്ഞിറങ്ങുമ്പോൾ തറച്ചിറക്കുമ്പോൾ വേദന എന്തായിരിക്കും? അത് കഠോരമായ വേദനയാണ്. അത് കഠോരമായ വേദന ക്രിസ്തു അനുഭവിക്കുകയാണ്. കാരണം എന്താണ്? അവനാ കുരിശിനെ സ്നേഹിച്ചു. എന്തുകൊണ്ട്? ലോകത്തെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി അവൻ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവപിതാവിന്റെ ഹിതത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണമായ ഒരു സമർപ്പണം നടത്തുകയാണ്. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇനി ആ കുരിശും ഇനി അവനും കുരിശുമായിട്ട് മാറ്റപ്പെടാൻ പറ്റുമോ? ഇനി കുരിശിനെ മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. കുരിശുമായിട്ട് ഈശോയെ തറച്ചു, ഈശോയെ ചേർത്ത് നിർത്തി. ഇനി കുരിശിൽ നിന്നൊരു മോചനമില്ല. ആ കുരിശ് ക്രിസ്തുവിന്റെ സ്വന്തമായി എന്നേക്കുമായി. ഇനി വിശ്വമുള്ളത് തന്റെ ജീവൻ പൂർണ്ണമായ ദൈവത്തിന് കൊടുക്കുകയും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അതുവരെ നാശത്തിന്റെ അപമാനത്തിന്റെ അടയാളമായിരുന്നു എന്ത്? കുരിശ്. അതുവരെ നാശത്തിന്റെയും അപമാനത്തിന്റെയും അടയാളമായിരുന്ന കുരിശ് ഇന്നു മുതൽ സമയം മുതൽ എന്തായിട്ട് മാറുകയാണ്? രക്ഷയുടെ അടയാളമായിട്ട്, വലിയ അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട്, ചിഹ്നമായിട്ട് ഉയർത്തപ്പെടുകയാണ്. കാരണം എന്താണ്? അതിൽ മരിച്ച മനുഷ്യന്റെ പേരെന്താണ്? ഈശോ എന്നാണ്. ആ കുരിശിനെ തന്റെ രക്തമൊഴിയായിട്ട് അവൻ വിശുദ്ധീകരിച്ചു. കുരിശിലൂടെ തന്റെ രക്തമൊഴുകിക്കൊണ്ട് ആ കുരിശിനെ അവൻ വിശുദ്ധീകരിച്ചു. ആ കുരിശിനെ വിശുദ്ധീകരിച്ചത് മൂലമായിട്ട് നാശത്തിന്റെയും അപമാനത്തിന്റെയും ചിഹ്നം എന്തായിട്ട് മാറി?
രക്ഷയുടെ അടയാളമായിട്ട് മാറി, രക്ഷയുടെ അടയാളമായിട്ട് മാറുകയാണ്. ഒരു രൂപാന്തരീകരണം, അല്ലെ? ഒരു രൂപാന്തരീകരണം സംഭവിക്കുകയാണ്. ഒരു രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ട് ഒരു വലിയൊരു മാറ്റം ഇന്ന് മുതൽ, അല്ലെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്താണ് കുരിശ് എന്ന് പറയുന്നത്? രക്ഷയുടെ അടയാളമാണ്, അല്ലെ? ഒരു ആയുധമാണ് കുരിശ്. ഒരു ആയുധമാണ്. കുരിശ് ഒരു ആയുധമായിരുന്നു. പണ്ട് ആ ഒരു കുരിശിനെ കാണുമ്പോൾ നമ്മൾ പുച്ഛിച്ച് തള്ളും, മാറ്റി നിർത്തും, കാണുമ്പോൾ അറപ്പായിരുന്നു. ഇന്ന് കുരിശിനെ വണങ്ങുവാൻ ആരംഭിച്ചു, കുരിശിനെ തൊട്ടുമുത്തുവാൻ ആഗ്രഹിച്ചു, കുരിശിനെ ഒന്ന് പുലുകുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചതിന്റെ കാരണം എന്താണ്? ഈശോ. കാരണം ഈശോ കുരിശിനെ സ്നേഹിച്ചു, ഈശോ കുരിശിനെ പുലുകി, ഈശോ കുരിശിനെ രക്ഷയായിട്ട് മാറ്റി, ഈശോ കുരിശിനെ രക്ഷയായിട്ട് മാറ്റുകയാണ്. ആ ത്യാഗം ഏറ്റെടുക്കുവാനായിട്ട് ക്രിസ്തു തയ്യാറാവുകയാണ്. ത്യാഗം ഏറ്റെടുക്കുവാനായിട്ട് ക്രിസ്തു തയ്യാറാകുക. നമുക്കറിയാം ക്രിസ്തുവിന്റെ മരണം ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അറിഞ്ഞത്. അല്ല, പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു, അല്ലെ? പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു. തന്റെ സൃഷ്ടികർത്താവ് സൃഷ്ടിക്ക് വേണ്ടി, അല്ലെ, മനുഷ്യരായ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ജീവത്യാഗം നടത്തി. തന്റെ രക്തം ഭൂമിയിൽ ഒഴുക്കി. അത് ഭൂമി അറിഞ്ഞു, അല്ലെ? പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു. ആരുടെ മരണം? ഈശോയുടെ മരണം. ഈശോയുടെ മരണം പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു. അതുകൊണ്ടാണ് പല സംഭവങ്ങളും സംഭവിച്ചത്. അതാണ് ക്രിസ്തുവിന്റെ മരണം. പ്രപഞ്ചം അറിയുക. ലോകത്തിന് മുഴുവനും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്, അല്ലെ? എല്ലാത്തിന്റെ നവീകരണം ക്രിസ്തു നടത്തുകയാണ്. എല്ലാത്തിനും നവീകരണം ക്രിസ്തു നടത്തുകയാണ്. അതാണ് കുരിശിന്റെ വഴി. ഇനി കുരിശിൽ മരിച്ച ക്രിസ്തുവിന്റെ പീഡനം അവിടെ തീർന്നു. ഈശോ മരിച്ചു, അല്ലെ? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് മരിച്ചു. പക്ഷേ ഈശോയുടെ ആ ഒരു പീഡാസഹനം, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ തീർന്നോ? ആ സഹനം അവിടെ തീർന്നോ? ഇല്ല, അല്ലെ? വീണ്ടും കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ പീഡനം അവിടെ തീരുകയല്ല, മറിച്ച് ശരീരം മുഴുവൻ മുറിവുകളാണ്, അല്ലെ? ശരീരം മുഴുവൻ മുറിവുകളാണ്. അവിടേക്ക് വീണ്ടും ഒരു മുറിവ്, അല്ലെ? അവിടേക്ക് വീണ്ടും ഒരു മുറിവ് സമ്മാനിക്കുവാനായിട്ട് ഒരു പടയാളി കടന്നു വരികയാണ്. എന്നിട്ട് അയാളുടെ ഒരു മുദ്ര കൂടി ക്രിസ്തുവിന്റെ ശരീരത്തിരിക്കട്ടെ, അല്ലെ? അയാളുടെ ഒരു മുദ്ര കൂടി, അയാളുടെ ഒരു പീഡനം കൂടി ക്രിസ്തുവിലേക്ക് കൊടുക്കുകയാണ്. എന്താണ്? ആ വിലാപ്പുറത്ത്, ആ ചങ്കില് ഒരു കുത്തൊരു മുറിപ്പാണ്. അവിടെ നിന്ന് എന്താണ് ഒഴുകുന്നത്? രക്തവും വെള്ളവും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവസാനം വെള്ളമൊക്കെ വരണമെങ്കിൽ എന്താണ് അവസ്ഥ? രക്തം തീർന്നു, അല്ലെ? ഇനി വരുവാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവസാനത്തുള്ളിൽ രക്തവും ചിന്തിക്കൊണ്ട് ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുത്ത ക്രിസ്തു നമ്മുടെ ദൈവം. സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെ? ഇതെല്ലാം കണ്ടുകൊണ്ട് കുരിശിന്റെ ചുവട്ടിൽ ആരുണ്ട്? ആരുണ്ട്? പരിശുദ്ധ അമ്മയുണ്ട്. തന്റെ മകൻ കടന്നുപോയ എല്ലാ സഹനങ്ങളും, അല്ലെ, ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് അതേ വേദനയോട് കൂടി കുരിശിന്റെ ചുവട്ടിൽ ആരുണ്ട്? പരിശുദ്ധ അമ്മയുണ്ട്. ആ അമ്മയുടെ മടിയിലേക്കാണ് അതെ ഈശോയെ ഇറക്കി വിടുന്നത്. ആ അമ്മയുടെ മടിയിലേക്കാണ് ഈശോയെ ഇറക്കി കിടത്തുന്നത്. നോക്കിക്കേ, ആ അമ്മയുടെ ഹൃദയവേദകള്, അമ്മ അനുഭവിക്കുന്ന പീഡകള്, അമ്മ അനുഭവിക്കുന്ന വേദന നമുക്ക് മനസ്സിലാകുമോ? മനസ്സിലാകില്ല, അല്ലെ? ഇതാ കർത്താവിന്റെ ദാസി, എന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉദരത്തിൽ ഈശോയെ സ്വീകരിച്ച നാൾ മുതൽ ഇപ്പോൾ തന്റെ വടിയിൽ, തന്റെ കൈകളിൽ കിടക്കുന്ന ഈശോയെ നോക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ആ വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയേറെ വേദനയിലൂടെ പരിശുദ്ധ അമ്മ കടന്നു പോവുകയാണ്. അത്രയേറെ വേദനയിലൂടെ പരിശുദ്ധ അമ്മ കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം തകർന്നു പോകുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും, ഇല്ലേ, പരിശുദ്ധ അമ്മയെ പിടിച്ചു നിർത്തിയത് എന്താണ്? ഈശോയോടുള്ള സ്നേഹം, അല്ലെ? ഈശോയോടുള്ള സ്നേഹം. ശിവൻ എന്ന് പറഞ്ഞായിരുന്നത് നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും. അതിന്റെ പൂർത്തീകരണമാണ് തന്റെ മടിയിൽ കിടക്കുന്ന തന്റെ പുത്രനെ നോക്കുമ്പോൾ അവിടെ, അല്ലെ, ഒന്നായിരിക്കത്തില്ല,
അറിയത്തില്ല. എത്രയൊക്കെ വാള് തറച്ചു കയറിയിരിക്കും നമുക്ക് അറിയത്തില്ല. എത്രയൊക്കെ വാള് തറച്ചു കയറിയിരിക്കും നമുക്ക് അറിയത്തില്ല. അത്രയേറെ വേദനയോടെ പരിശുദ്ധ അമ്മ കടന്നു പോവുകയാണ്. പരിശുദ്ധ അമ്മ കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയെ അല്ലെ ആ ഒരു കുരിശിലോ ഈശോയെ സംസ്കരിച്ച ആ കല്ലറയിലോ ഒതുക്കി നിർത്തുവാനായിട്ട് പറ്റുമോ? ഈശോ മരിച്ച ആ കുരിശിലോ ഈശോയെ സംസ്കരിച്ച ആ കല്ലറയിലോ ഈശോയെ ഒതുക്കി നിർത്തുവാനായിട്ട് പറ്റുമോ? ഇല്ല. അതിനൊന്നും ഈശോയെ പിടിച്ചു കെട്ടുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്താണ്? ഒരു ഉത്ഥാനം, ഒരു ഉയർപ്പാനെ കാത്തിരിപ്പുണ്ട്. ക്രിസ്തുവിനെ കാത്തിരിപ്പുണ്ട്. ഒരു ഉയർപ്പ് ക്രിസ്തുവിനെ കാത്തിരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഈ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് ക്രിസ്തുവിനെ ഒന്ന് മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിനെ ഒന്ന് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താണ്? എല്ലാ ദുഃഖത്തിനും അപ്പുറം, എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും, ഒറ്റപ്പെടലുകൾക്കും ഒക്കെ അപ്പുറം എന്തുണ്ട്? ഒരു സന്തോഷത്തിന്റെ ദിവസം കടന്നു വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലാക്കി നമ്മളത് മാറ്റി. എന്ത്? എല്ലാ ഉയർപ്പിന് ശേഷം എല്ലാ ദുഃഖവെള്ളിക്ക് ശേഷം എന്തുണ്ട്? ഒരു ഉയർപ്പ്. എല്ലാ ദുഃഖവെള്ളിക്ക് ശേഷം ഒരു ഉയർപ്പിന്റെ ആനന്ദമുണ്ട്, ഒരു ഉയർപ്പിന്റെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആശ്വാസം നേടുകയാണ്. ക്രിസ്തു അതാണ് മരണത്തിന് മേലും പാപത്തിന്റെ മേലും വിജയം നേടിയവൻ. മരണത്തിന്റെ മേലും പാപത്തിന്റെ മേലും വിജയം നേടിയ ക്രിസ്തുവാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അവിടെ തീർന്നില്ല. ക്രിസ്തുവിലെ പിതാവിന്റെ വലതുഭാഗത്തേക്ക് പോയി അവിടെ തീർന്നില്ല. ക്രിസ്തു ഇന്നും എല്ലാ ദിവസവും ആരുടെ കൂടെ ഉണ്ട്? നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ അങ്ങനെ ഇട്ടേച്ച് പോകുവാനായിട്ട് പറ്റത്തില്ല. നമ്മളെ അങ്ങനെ ഉപേക്ഷിച്ചു പോകുവാനായിട്ട് ആയിരിക്കുന്ന വ്യക്തിക്ക് പറ്റത്തില്ല. കാരണം എന്താ? ഒന്ന് സ്നേഹിച്ചു പോയി അല്ലെ? നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. വെറുതെ അല്ല സ്നേഹിച്ചത്, തന്റെ ജീവൻ പൂർണ്ണമായി പകർന്നു നൽകി. തന്റെ ശരീരത്തിൽ അവസാന തുള്ളി രക്തവും ചിന്തിക്കൊണ്ട് ഈ ലോകത്തെ സ്നേഹിച്ച ക്രിസ്തു അങ്ങനെ നമ്മളെ ഉപേക്ഷിച്ചു പോകില്ല. കാരണം എന്താണ്? ആ സ്നേഹം ആത്മാർത്ഥത നിറഞ്ഞതാണ്. അങ്ങനെ ഇട്ടേച്ചു പോകുന്ന സ്നേഹമല്ല അത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ആ കുരിശിന്റെ വലിയ വേദനയുടെ നടുവിൽ കിടക്കുമ്പോഴും പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് അമ്മയായിട്ട് കൂടെ തന്നിട്ടാ പോകുക അല്ലെ? ആ വലിയ വേദനയുടെ നടുവിൽ കിടക്കുമ്പോഴും ഈശോ ചെയ്യുന്ന വലിയ കാര്യം എന്താണ്? ഞാൻ പോവുകയാ അമ്മേ, എന്റെ മക്കളെ നോക്കിക്കൊള്ളണേ, എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ എല്ലാവരെയും മക്കളായിട്ടും കൊടുത്തിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ ഇത് പോകുന്നത്. ഇത് പോകും മാത്രമല്ല, നമ്മുടെ കൂടെ നമ്മുടെ ഹൃദയത്തിൽ എന്നുമുണ്ട്. അതാണ് വിശുദ്ധ കുർബാന അല്ലെ? നിങ്ങളതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ഉറപ്പാണ് ക്രിസ്തു നൽകുന്നത്. ഞാൻ നിങ്ങളെ ഇട്ടേച്ച് പോയി. ആ ഗാഗുൽത്തായിലെ കുരിശിൽ മരിച്ചത് കൊണ്ടോ ആ ശവസംസ്കാരം നടത്തിയ കല്ലറയിൽ അടക്കിയത് കൊണ്ടോ അവിടെ തീരുന്നതല്ല ക്രിസ്തുവിന്റെ ജീവിതം. മറിച്ച് നിങ്ങളുടെ ഹൃദയത്തില്, നിങ്ങളുടെ ശരീരത്തില്, നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും എന്നൊരു ഉറപ്പ് ക്രിസ്തു നൽകുകയാണ്. ആ ഉറപ്പിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ സ്നേഹത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ദൈവത്തെ, നമ്മുടെ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ചങ്കത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഈസ് മൈ എവരിതിങ്. ഈശോന്റെ എല്ലാമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഒന്നിനും, ഒരു ശക്തിക്കും, ഒരു ബുദ്ധിമുട്ടിനും, ഒരു സാഹചര്യത്തിനും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ശക്തിക്കും, ഒരു ബുദ്ധിമുട്ടിനും ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്? എന്നെ സ്നേഹിച്ചതിന്റെ പേരെന്താ? ഈശോ എന്ന. എന്നെ സ്നേഹിച്ചതിന്റെ പേരെന്നാ? ഈശോ എന്ന. ഞാൻ സ്നേഹിക്കുന്നതിന്റെ പേരെന്നാ? ഈശോ. ആ സ്നേഹത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കും.
ആ സ്നേഹത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ ആ ഒരു മനോഭാവം, ക്രിസ്തുവിന്റെ മനോഭാവം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അല്ലെ? പാവം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിനെ ധരിക്കുവാനും ക്രിസ്തുവാകുവാനും നമുക്ക് സാധിക്കണം. ആ ഒരു വിളിയിലേക്ക് നമുക്ക് വളരാം.